അദ്ദേഹം പറഞ്ഞ കാര്യം പച്ച കള്ളമാണ്. അങ്ങനെ പറയാൻ 100% എനിക്ക് ആധികാരികതയുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ ആ ദിവസം ആദ്യമായിട്ട് അവിടെ എത്തിച്ചേരുന്നത്, അരമനയിൽ എത്തിച്ചേരുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ പ്രസിഡന്റ് ഇമ്മാനുവൽ നിതീരിയും ഭാരവാഹികളും പല സ്ഥലങ്ങളിലെയും പ്രതിനിധികളാണ്. കാരണം 150ഓളം ആളുകൾ അവിടെ എത്തിയതിന്റെ പിന്നില് ഈ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറയുകയും പ്രസിഡന്റ് മറ്റ് നേതാക്കന്മാരെ വിളിക്കുകയും തത്സമയം അവിടെ അരമനയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തത്. അരമനയുടെ മുൻപിൽ നടന്ന പ്രതിഷേധത്തില് അവിടെ അന്ന് ഇതിനെതിരായിട്ട് പ്രസംഗിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, പ്രസിഡന്റും മറ്റാളുകളും അവിടെ പ്രസംഗിച്ചിരുന്നു. അന്ന് അവിടെ വന്നു BJP-ക്കാര്, അത് സത്യസന്ധമായ കാര്യമാണ്. അവർ വാസ്തവത്തിൽ ഒരു സമുദായ സൗഹൃദത്തിന്റെ അടയാളമായിട്ടാണ് അവിടെ എത്തിയത്. അത് നമ്മള് സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുകയുമാണ്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തീയമായിട്ടുള്ളൊരു നടപടി എന്ന് പറയുന്നത് അവിടെ ആളുകളെ കൂട്ടി ഏതെങ്കിലും വിധത്തിലൊരു ബഹളം, വിപ്ലവം, അക്രമം ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭയുടെ ശൈലിയല്ല. പിന്നെ ഇവിടെ ആളുകളില്ലായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ പറഞ്ഞയാൾ, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ആള് ആ ദിവസം ആ പരിസരത്ത് പോലും ഇല്ലായിരുന്നു. അതിന് എല്ലാവരും സാക്ഷിയാണ്. എന്തു നുണയും ഏത് രീതിയിലും പറയാൻ ഇയാൾക്ക് മടിയില്ല എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ഉദാഹരണം മതി. അന്ന് ആ പരിസരത്ത് പോലും ഇല്ല. പിറ്റേന്ന് വീണ്ടും ഞങ്ങള് പാലായിൽ സമ്മേളിച്ച് അവിടെ വലിയ പ്രതിഷേധ യോഗം നടത്തിയപ്പോൾ അതിനകത്ത് നുഴഞ്ഞു കയറാൻ വന്നപ്പോൾ ഇവരുൾപ്പെടെ പലരും എന്നോട് പറഞ്ഞു, ഇവിടെ കത്തോലിക്ക കോൺഗ്രസ്സുകാർ മാത്രം പ്രസംഗിച്ചാൽ മതി. അപ്പൊ ഞാനാണ് അവരോട് പറഞ്ഞത്, ഇതൊരു പൊതുവായ കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരാൾ വരുന്ന ജോലിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. അങ്ങനെ ഇവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന് അവിടെ ഏതാനും വാക്ക് പറയാനായിട്ട് അവസരം കൊടുത്തത്. അദ്ദേഹത്തിന്റെ കൂടുതൽ മറ്റാരുമില്ല. അപ്പൊ ശരിക്കും വളരെ കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ അത് പ്രസംഗിച്ചിട്ട് കത്തോലിക്ക കോൺഗ്രസ് ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു പറയുന്നത് എന്തൊരു വൈകല്യക്കുക. വാസ്തവത്തിൽ അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും സത്യത്തെ വളച്ചൊടിക്കരുത്. പിന്നെ കത്തോലിക്ക കോൺഗ്രസിന് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത്, പഴയ അന്മായ മഹാസമ്മേളനം കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഇവിടുത്തെ മനോരമപത്രം എഴുതിയത് 1,00,000 പേരുടെ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയത്. നമ്മുടെ മറ്റു പത്രങ്ങൾ എഴുതിയത് 10,000 എഴുതിയത്. അക്ഷരാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസിന് വലിയ ആളുകളുണ്ടോ ഇല്ലയോ എന്ന് പലവട്ടം പല കത്തോലിക്ക കോൺഗ്രസ് ഒറ്റയ്ക്ക് തെളിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നാട്ടില് സംസ്ഥാന സമ്മേളനം ക്രമീകരിച്ചത് പാലാ രൂപതയാണ്. 10,000 പങ്കെടുത്ത ആ റാലി കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കുമോ? ഇദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നതാണ്. ആ സമയത്ത് അതിന്റെ ഒരു ആളെന്ന മട്ടിലാണ് അവിടെ നിന്നത്. വാസ്തവത്തിൽ സംഘടിപ്പിച്ചത് കത്തോലിക്ക കോൺഗ്രസ്സാണ്. എന്നിട്ട് കത്തോലിക്ക കോൺഗ്രസിനെ കണ്ടിട്ടില്ല, അറിയില്ലെന്ന് പറഞ്ഞ് പുച്ഛിക്കുമ്പോഴേ അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പുല്ല് വില കൊടുത്ത് അവഗണിക്കേണ്ട സംഗതി ആയതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് അത് പരിപൂർണമായിട്ടും അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും ഭാവിയിലും. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയല്ല, എന്നാൽ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. എവിടെയെങ്കിലും നീതിക്ക് നിരക്കാത്ത, സത്യത നിരക്കാത്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കുവാനുള്ള ചങ്കൂറ്റവും തന്റേടവുമുണ്ട്. അത് ക്രിസ്തീയമായ മാർഗത്തിലാണ്. പിന്നെ അന്ന് പാലായില് ആളുകളിൽ എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ അന്ന് അഭിനന്ദ പിതാവിന്റെ ഒരു പ്രോഗ്രാം കച്ചറവട്ടം ജോൺ സാറിന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് കച്ചറവട്ടം ജോൺ സാറിന് മാർത്തോമ അവാർഡ് കൊടുക്കുന്നതിന് ചങ്ങനാശ്ശേരി തിരുവല്ല മെത്രാപ്പോലീത്തായും പ്രമുഖരായുള്ള അച്ഛന്മാരും വന്നിരുന്നു. എന്നെയും ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഈ വിവരം പാലായിൽ ഒരു കാര്യം നടക്കുന്നവർ അറിഞ്ഞത്. അന്ന് അവിടെ നിന്ന് പിതാവ് പുറപ്പെട്ട ആ കൂടത്തിൽ തന്നെ ഞാൻ പോരുകയും കത്തോലിക്ക കോൺഗ്രസിലെ ആൾക്കാരോട് വിളിച്ചു പറയുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അന്ന് ഇവിടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകും. 1000 പേരെ തത്സമയം കൂട്ടണമെങ്കിൽ രാമൂരും ബിഹാരീശനായ എന്നെ കൊണ്ട് ഈസി ആയിട്ട് സാധിക്കുമെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാം. ഞാനൊരു ഫോൺ കോള് എന്റെ കൈക്കാരിൽ ഒരാൾക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ 69 യൂണിറ്റിലേക്കും അവിടുത്തെ യൂണിറ്റ് ലീഡേഴ്സിനെ വിളിച്ചു പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിനുള്ളില് ഈ പാലായില് ഒരു 1000 പേര് രാമപുരത്ത് നിന്ന് വരും. എന്നാണെങ്കിലും വരാനുള്ള സാധ്യത അവിടുത്തെ വിചാരിച്ച് നോക്കി നടക്കും. അതുപോലെ ഓരോ പള്ളിയിലും നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് 1000 10,000 കൂടണമെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഇവിടെ അനധികൃതമായിട്ടുള്ള ഒരു റാലി നടന്നപ്പോഴേ അത് നിയമപാലകര് അത് സെന്റ് തോമസ് പ്രസിന്റെ മുന്നിൽ വെച്ച് തന്നെ തടഞ്ഞു പോലും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളും വന്ന് നടന്നതല്ല.
ഞങ്ങളുടെ വന്ന് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അഭിയന്റെ പിതാവോ രൂപതയിലെ വ്യാജന്മാരോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആളുകളെ വിളിച്ചുകൂട്ടി ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന രീതി കത്തോലിക്ക സഭയുടേതല്ല. ആളുകളെ കൂടണമെങ്കിൽ വേണ്ട സമയത്തല്ല നമ്മൾ ആളുകളെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആളുകൾ എങ്ങനെ അനധികൃതമായിട്ട് അക്രമ ഉത്സുകരായിട്ട് വന്നാല് ഇവിടുത്തെ സഭ പേടിക്കും, അല്ലെങ്കിൽ വൈദികര് പേടിക്കും, ദൈവജനം പേടിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. മരണത്തെ മുന്നിൽ കണ്ടും ഭയപ്പെടാതെ ജീവിച്ച കത്തോലിക്ക സഭയുടെ ചരിത്രം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത്. നമുക്കറിയാം, കൊലക്കാലത്തിലേക്ക് സന്തോഷത്തോടെ നടന്നു നീങ്ങി കൊല്ലുന്നതല്ല കത്തോലിക്കന്റെ ശൈലി, മറിച്ച് നീതിക്ക് വേണ്ടി കൊല്ലപ്പെടാൻ തക്കവണ്ണം നിന്നുകൊടുക്കാനുള്ള പ്രവാചക ധീരതയുള്ളവരാണ് കത്തോലിക്ക കോൺഗ്രസ് അല്ല കത്തോലിക്ക സഭ അംഗങ്ങള്. അങ്ങനെ ഒരു ചരിത്രമാണ്. ശരിക്കും പറഞ്ഞാല് വലിയ രക്തസാക്ഷികളുടെ ചോരപ്പുഴയില് പണിയപ്പെട്ട സഭയ്ക്ക് ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകളെ കാണുമ്പോൾ ഒരർത്ഥത്തിലും പേടിയില്ല. അതിനെ അതിജീവിക്കാനായിട്ടുള്ള ആത്മീയമായ ശക്തിയും കരുത്തും അതിനുള്ള വിശ്വാസത്തിന്റെ ബോധ്യങ്ങളും സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ ഇത് പച്ചക്കള്ളമാണെന്ന് പറയുകയല്ലാതെ അതിന് പ്രതിഷേധ സമ്മേളനമൊന്നും കൂടേണ്ട കാര്യമില്ല. ഇതൊക്കെ നിസ്സാരമായിട്ട് ഞങ്ങള് തള്ളിക്കളയുകയാണ്.